ഹലോ, അസ്സലാമു അലൈക്കും. ഇതൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും സുഖല്ലേ? നമുക്കിവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പം ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ അടുക്കളയിലേക്കൊക്കെ പോന്നൊക്കെയാണ്. ചായയും കടിയൊക്കെ ഉണ്ടാക്കണ ഓരോരോ പണിയിലാണ്. അത് മൈദപ്പൊടിയാണ് കേട്ടോ. മൈദപ്പൊടി ഇങ്ങനെ തരിച്ചെടുക്കുകയാണ്. നമുക്കൊന്നൊരു പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മൈദ കൊണ്ട് എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റുമാണ്. പക്ഷേ മൈദ കഴിക്കാനും പാടില്ല അല്ലേ? കഴിക്കാൻ പാടില്ലാത്തൊക്കെ ഭയങ്കര രസമാണ്. പൂരി, മൈദ ചപ്പാത്തി, പൊറോട്ട, അതൊക്കെയാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. പൊരിക്കടികളിലൊക്കെ ഇപ്പം മൈദ തന്നെയല്ലേ? പക്ഷെ മൈദ എല്ലാം രസമാണ്. വല്ലപ്പോഴൊക്കെ പറ്റുള്ളൂ നമ്മളെ പൂതിക്കല്ലേ. അപ്പം ഇന്ന് മൈദ പൂരി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച്. ചിക്കൻ കറി ഇല്ലല്ലോ അല്ലേ? ഉപ്പ് പൊടിച്ചില്ലല്ലോ. ഉപ്പ് പൊടിച്ച് കഴിഞ്ഞ ദിവസം ഉപ്പ് പൊടിച്ചിട്ടെ. അപ്പം നമ്മൾ നാളെ ഉപ്പ് എന്താണ് പൊടിപ്പ് എന്തിക്കോ വാരിയിട്ടുണ്ട് കണ്ടിട്ട് നമ്മളൊരു സബ്സ്ക്രൈബ് പറഞ്ഞിരുന്നു. പൊടിപ്പ് ഉപയോഗിക്കരുതിട്ട് താത്ത, കല്ലുപ്പ് കൊടുന്നിട്ട് പൊടിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഓളെ വാക്ക് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കല്ലുപ്പ് പൊടിച്ചെടുക്കുകയാണ്. മൈദപ്പൊടി തരിച്ചുകാണ്ട് തിളച്ച വെള്ളം അവിടെ ഉണ്ട്. അപ്പോൾ പാരാൻ നിന്നപ്പോഴാണ് ഉപ്പ് പൊടിച്ചത് പറ്റ കഴിഞ്ഞു. അപ്പോൾ ഉപ്പ് പൊടിച്ചട്ടെ വിചാരിച്ച്. ആരെന്ത് പറഞ്ഞാലും നല്ല കാര്യം ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണമല്ലോ. നല്ലോണം പൊടിഞ്ഞിട്ടാ. ഇനി നമ്മളൊരു കുപ്പിയിലിട്ടേക്കുക. കുപ്പിയൊക്കെ അന്നേരത്തെ നല്ലോണം മൂറി വെച്ചേക്കണം. പൊടിച്ച ഇത് കഴിഞ്ഞപ്പോൾ എന്താ കുപ്പിച്ചില്ലിട്ട് കാണാണല്ലോ ഉപ്പ് പൊടിച്ചൽ. കുപ്പിച്ചില്ല് കൊണ്ടുപോയിടുക. നമ്മൾ ഒരു ദിവസം കാണിച്ചു തന്നല്ലേ, ഏർവാടിക്ക് പോകുമ്പോൾ ഞങ്ങൾ ഏർവാടിക്ക് പോയിട്ടോ. കുറേ മുന്നേ മോനൂസ് ഉണ്ടായാലും പോയിക്കുന്നുണ്ടാവണതിൻ്റെ മുന്നേയും പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളെ അമീർ കാണിച്ചെന്ന് പിന്നെ ഉപ്പ് പൊടിച്ചണ സ്ഥലം, ഉപ്പ് കൂട്ടിയിട്ടത്. അപ്പോൾ കുപ്പിച്ചില്ലും അതിന് ഒരുപാട് കുപ്പിച്ചില്ല് കൂട്ടിയിട്ടത് കാണിച്ചെന്ന് ഞങ്ങളോട് അറിഞ്ഞു. ഇതൊക്കെ ഉപ്പ് പൊടിച്ചുമ്പോൾ കല്ലുപ്പ് ഉണ്ടാക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ഇവിടെ അല്ലേ, ഉപ്പുണ്ടാക്കുന്ന സ്ഥലം, അത് പൊടിച്ചണ ഫാക്ടറിയാണിത്. ആ പിന്നെന്താ ആ ചില്ല് അതിലും കൂടി കൂട്ടി കളറ് കിട്ടാനേ, നല്ല കുപ്പിച്ചിലാവുമ്പോൾ നല്ല കളറും കിട്ടും, പെട്ടെന്ന് പൊടിയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യലാണ്. നമ്മളപ്പോൾ നമ്മളെ വയറ്റിക്കപ്പോൾ എത്ര കുപ്പിച്ചിലാവണല്ലേ. അപ്പോൾ ഈ അറിവ് പിന്നെ എന്നാലും നമ്മൾ പാക്കറ്റ് എളുപ്പപ്പണിക്ക് കൊണ്ടുവിട്ടാൽ അതൊക്കെ നമുക്ക് അറിവുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക. എളുപ്പപ്പണിക്ക് ഇതൊക്കെ പൊടിച്ചെടുക്കണമെങ്കിൽ പരമൊന്നുമില്ല. ചില നേരത്തെ ഇതൊക്കെ ഒരു പരമാണ്. അപ്പോൾ കണ്ടില്ലേ, വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ച് പൊടിയൊക്കെ അരിച്ചപ്പോൾ ഒരു ഉപ്പില്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ ഒരു പണിയാണ്. മോനോ തനിക്ക് പണി നല്ല പട്ടാണി കുറുമ പിന്നെ ചിക്കൻ കടായി ഒക്കെ നല്ല രസമാണ് ഈ കടിക്ക്. അപ്പോൾ നേരം വെളുത്തപ്പോൾ തന്നെ അല്ലേ നമുക്കല്ലേ എന്താ കടി ഉണ്ടാക്കണേ, എന്താ ഉണ്ടാക്കണേ എന്നുള്ള പാട്ട് തന്നെ അല്ലേ. നിങ്ങൾക്കൊക്കെ നല്ല മഴ ചെയ്താ? നമുക്കൊക്കെ നല്ല മഴ ചെയ്തു കേട്ടോ. നല്ലോണം തണുത്തു, ഭൂമിയൊക്കെ നല്ലോണം തണുത്ത്. പിന്നെന്താ, എവിടെ ഇപ്പം നമ്മൾ കൂടണു? നമുക്ക് എല്ലാവർക്കും കൂടി ഇന്നത്തെ ലൈവ് നല്ല രസമുണ്ടായിരുന്നില്ലേ? എല്ലാവർക്കും ഒന്ന് കാണണം, കൂടണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കൂടാനുള്ള വിധി ഉണ്ടാവട്ടെ അല്ലേ എല്ലാവരും കൂടി. 2 ദിവസമായിട്ട് നമ്മളെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഓരോരോ കാരണങ്ങളുണ്ടാവും. അല്ലാതെ തന്നെ വെറുതെ ഞാൻ വീഡിയോ ഇടാതെ നിൽക്കലില്ല, മടി പിടിച്ചൊന്നും ഞാൻ നിൽക്കലില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടാവും, മരുന്ന് വാങ്ങാനോ സാധനം വാങ്ങാനോ. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെ അല്ലേ പുറത്ത് പോണത്. കുഞ്ഞാണി പുറത്തിറങ്ങാനില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ പോണത് എല്ലാ കാര്യത്തിനും. അപ്പോൾ പിന്നെ ഇതിന് വീഡിയോ ഓരോ സാധനമൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതായാലും നമ്മൾ വീട്ടിൽ ജോലി എടുക്കണമൊക്കെ നമ്മൾ വീഡിയോ എടുക്കലേ. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ വീഡിയോ എടുത്തുകാണ് പണിയെടുക്കുന്ന ഇടയിൽ കൂടി വീഡിയോ എടുക്കാൻ എനിക്ക് പോകാണ്ടാകുമ്പോൾ പറ്റൂല. അപ്പോൾ തിരക്ക് സമയം കഴിയും, ബസ്സിൻ്റെ ടൈം ഇതൊക്കെ തെറ്റുമല്ലോ. നമ്മൾ ഉണ്ടാക്കലും വീഡിയോ എടുക്കലും കൂടി ആകുമ്പോൾ പിന്നെ നമ്മളെ സമയം കുറേ പോകും. അത്രയും പ്രയാസം കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ സിമ്പിളായിരിക്കും, പക്ഷെ നമ്മൾ നല്ല കഷ്ടപ്പാടുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇടയിൽ കൂടി. നമുക്ക് അതാണ് സമയം നമുക്ക് തികയാത്തത്. ഏത് സിമ്പിളായ കാര്യം അതിൻ്റെ ഇടയിൽ കൂടി ഓരോന്ന് വീഡിയോ എടുത്തൊക്കെ ആകുമ്പോൾ നമ്മുടെ സമയം കുറേ നഷ്ടപ്പെടുകയാണ്.
അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും പോകാണ്ടാകുമ്പോൾ എനിക്ക് പറ്റണില്ല. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. എല്ലാവരും കമൻറ്റും ഉണ്ട് ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ കേട്ടോ. എൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹം തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് മൈദ പൂരിക്ക് ഒരു കറി ഉണ്ടാക്കുകയാണ്. അതിന് കുറച്ച് ഉള്ളി വാട്ടാണ്ട്. എന്താ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ബാക്കിയുണ്ട്. അപ്പോൾ അത് കുറച്ച് ഉള്ളിയാണ് നല്ലോണം വാട്ടിയാൽ കടായി പോലെ ആണ്ട് ആക്കിയാൽ അത് കുത്തി തിന്നാലോ. അപ്പം നമ്മൾ എന്നും പറയുന്ന മാതിരി നമ്മളെ വീഡിയോക്ക് ഓരോ ലൈക്ക് കൊടുക്കുക. ലൈക്കുമ്പോൾ തൊട്ടുകൊണ്ടാണ് കണ്ണ് തുടങ്ങിക്കോളിട്ട് എല്ലാവരും. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പുതുതായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സ് വ്ളോഗ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലേ, നമ്മൾ ലൈവൊക്കെ ഇടുന്നതുകൊണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ ഇങ്ങനെ കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നലത്തെ ലൈവിലൊക്കെ ഇഷ്ടംപോലെ ആളുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ലൈവ് ഇടാനും കൂടി ഒരു താല്പര്യമാണ്. മറ്റേ ആളില്ലാതെ അങ്ങനെ ഇരിക്കുമ്പോൾ അത് ലൈവ് ഇടാൻ തോന്നൂല. അപ്പം ഇന്നലെയൊക്കെ നമ്മളെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നോക്കാണി അവിടെ ഒരാൾ അപ്പുണ്ടാക്കണോ ദോശ ഇടാൻ കിട്ടല്ലേ. ഒരു മുട്ട ഓംപ്ലേറ്റ് അടിച്ചാണെങ്കിൽ വേണം ഓനെ മുട്ട പൊട്ടിച്ച. അപ്പോൾ കണ്ടാണ് അതിൻ്റെ ഉണ്ട പൂരിൻ്റെ വക്ക് ഭാഗമൊക്കെ ഞാൻ അങ്ങനെ ഒഴിവാക്കിയതാണ്. ആ വക്കൊക്കെ എടുത്തുകാണ്ട് അവൻ്റെ പന്താണല്ലോ ഓയിലും കുപ്പിൻ്റെ മൂടി എടുത്തേക്കണ്. അതിലിട്ടുകാണ്ട് ഞാൻ കാട്ടണ അതിലൊക്കെ കാട്ടുകയാണ്. ഞാനൊരു പ്ലേറ്റ് ആയിട്ട് വട്ടുറിച്ചതല്ലേ ഇതിനാ പൂരിക്കാണ് ഈ റൗണ്ടായി കിട്ടാൻ. അപ്പോൾ ഓന് അതേമാതിരിയൊക്കെ പണി എടുത്ത് നോക്കുകയാണ്. എല്ലാം നോക്കിയിരിക്കുകയാണ്. ആ കത്തി എവിടെ മോനോടെ ഒന്ന് ഒട്ടിച്ചല്ലട്ടാ. അവിടെ പോരാൻ വലിയ പണിയാണ് തുടക്കുമ്പോൾ. നമ്മളെ ദോശ ഇടണ കുപ്പിയാണ്. അപ്പം നമ്മളെ പൂരിയൊക്കെ പൊരിച്ചെടുക്കട്ടെ കേട്ടോ. ഈ കുപ്പീൻ്റെ മൂടി ഓൻ്റെ അടുത്താണ്. ഇനിയിപ്പോൾ അത് കാണാനില്ലാതാവും. മറ്റു ഒഴിവാക്കി കളി നമുക്ക് ചായ അടിച്ചാ കേട്ടാ. ഒഴിവാക്കണം. വേസ്റ്റ് കിടട്ടെ, വേസ്റ്റ് കിടട്ടെ. നല്ല കുട്ടിയാണ്, നല്ല പറഞ്ഞത് കേൾക്കണ കുട്ടി. ഇത് പപ്പടാ? പപ്പടല്ല, ഇത് പൂരി. ആ പൂരി എനിക്ക് നല്ല ഇഷ്ടമല്ലത് പൂരി. നമുക്ക് ചിക്കൻ കറി കൂട്ടിക്കാണ്ട് തിന്നണം കേട്ടാ. ഹലോ കൈ കക തൈര് ചേച്ചിയമ്മ കൊണ്ടേക്കോ ജിപ്പിച്ചുകൊള്ളൂലേ. അപ്പോൾ റിസു അപ്പോൾ കായക്കനെ ഓനെന്നെ ഒറ്റക്ക് കൊടുന്ന ചേച്ചിയോടുമ്പോൾ കൊടുന്ന ചീകാണ് കൊത്തി തിന്നലൊക്കെ തുടങ്ങിയിരിക്കണോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇനി ചായ അടിച്ചിട്ട് വിചാരിച്ചാണ് തൈരിക്കാനാണ് കൊടുന്നൊക്കെ കേട്ടോ. അങ്ങനെ വെളിച്ചത്തേക്ക് നല്ല മഴയൊക്കെ പെയ്ത് നല്ലൊരു രസമുണ്ട്. റോഡൊക്കെ നെഞ്ഞിങ്ങനെ കാണുമ്പോഴേ. അപ്പോൾ അങ്ങനെ പുറത്തിരുന്ന് കാണ്ട് അങ്ങനെ കുടിച്ചാന്ന് വിചാരിച്ച് എല്ലാവരും കൂടി ഇങ്ങോട്ട് പോന്നൊക്കെയാണ്. അപ്പോൾ തായേരി ചായ അടിച്ചുമ്പോഴൊക്കെ തന്നെ നമുക്കൊരു ഒഴിവുള്ളൂ. അല്ലാത്തപ്പോൾ ഏത് നേരം നടന്ന് പണിയെടുക്കാനല്ല നമ്മളെ പണി. തിന്നായിരിക്കുമ്പോൾ ആ ഒരു റെസ്റ്റാണ് കാര്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചാണ്. നല്ല പൂരിയും പിന്നെന്താ ചിക്കൻ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ കടായിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചാണ്. അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ മോനെ ചെറിയ ഞങ്ങളുടെ മോനും മോളും കൂടിയാണ് വന്നിരിക്കണത്. കുറച്ച് മുരിങ്ങാക്കായൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുരിങ്ങാക്കായൊക്കെ ആയിട്ട് വന്നതാണ് ഓന്. എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഇത് ഇന്നലെ കൊടുന്നതാണ്. അങ്ങനെ എൻ്റെ നാത്തൂൻ വന്നപ്പോൾ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ പാടായിട്ട് വന്നേക്കണം കേട്ടോ. കുറച്ചൊന്നുമല്ല, ഒരുപാട് സാധനങ്ങൾ കൊടുന്നേക്കണം. അപ്പോൾ ചീര ആകുമ്പോൾ എളുപ്പം വാടില്ലല്ലേ. ആ ഉറയിൽ ഞാൻ മാറ്റി വെച്ചിട്ടില്ല.
അപ്പം ഇന്നലത്തെ ഫുഡുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിട്ടിയത്. അപ്പം അതേപോലെ എടുത്ത് വെച്ചേക്കേനു കേട്ടോ. അപ്പം ഇന്നിപ്പം ഇനി അത് ഉണ്ടാക്കട്ടെ വിചാരിച്ചുകാണ്ട്. വാടിയിട്ടൊന്നുമില്ല, നല്ല ചീര തന്നെയാണ്. അപ്പോൾ കുറേ ദിവസത്തേക്കുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ ആയിട്ട് വന്നേക്കാണ്. അവിടെ ഇവിടേക്ക് കൊണ്ടുവരുത്തത് ഈ സ്റ്റെപ്പുമ്പോൾ കൊണ്ടുവന്ന് വെച്ചെത്താ അറിയോ, അടുക്കളയിൽ എത്താൻ ആ ഇരുട്ടത്തല്ലേ, ഇത് മെത്തേ മുടി ഉണ്ടോ പുഴുണ്ടോ ഒന്നും കാണൂല കേട്ടോ. അത് വിചാരിച്ചിട്ടാണ് ഈ ഇമ്മരത്തേക്ക് കൊടുന്നേക്കണത്. ഇവിടെ ആകുമ്പോൾ വൃത്തിയുണ്ട്. ഇവിടെ താഴെ രാവിലെ തന്നെ ഞാൻ തുടച്ചിടണല്ലേ, മുടി ആവൂല, മറ്റേ മുടി പുഴു ഒന്നും കാണൂല കേട്ടോ. അപ്പം അങ്ങനെ ഇങ്ങോട്ട് കൊടുന്നതാണ്. നല്ല ഇലകൾ മാത്രം എടുക്കട്ടെ. ഇതിൻ്റെ തണ്ട് വേറെ എടുത്തേക്കുക, തണ്ടും പരിപ്പും കൂടി പിന്നെ തോരൻ വെക്കുക, ഉപ്പേരി പിന്നെ കറി വെക്കുക ഒക്കെ ചെയ്യാമല്ലോ. ഇലക്കറി നല്ല രസമാണല്ലേ, പരിപ്പും ചീരിയും തേങ്ങ അരച്ച് കണ്ടൊക്കെ തേങ്ങ അരച്ച് നല്ല രസമാണ്. ഈ തണ്ടും ഇലയൊക്കെ തേങ്ങ അരച്ചൊക്കെ നല്ല രസമാണ്. ഇന്നിപ്പോഴത്തെ ഫുഡ് ഏതായാലും ഇതാണ്. പിന്നെ അമ്മായിമാൻ്റെ അഞ്ചത്തി ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അഞ്ചത്തി ഇങ്ങനെ കയറി ഇങ്ങോട്ട് വന്നപ്പോൾ മനസ്സിനെന്തോ പോലെ റബ്ബേ, അമ്മാനെ അങ്ങോട്ട് ഓർമ്മ വന്നു. അമ്മാൻ്റെ വർത്താനം കുറേ പറഞ്ഞു. അമ്മാൻ ചെറിയ അഞ്ചത്തിയാണ് കേട്ടോ. അമ്മാൻ്റെ ഒന്നും മാതിരിയല്ല, വേറൊരു നല്ലൊരു രസമാണ് കാണാനൊക്കെ. അമ്മ വേറൊരു മട്ടാണ്. അപ്പോൾ പിന്നെ അപ്പോൾ താത്താൻ പോര് പറഞ്ഞപ്പോൾ പിന്നെ ഒറ്റക്ക് വരാൻ പുടിയായിട്ട് ജോലി ഇപ്പോൾ വന്നാൽ കുറേ മുന്നേ വന്നതല്ലേ. നമ്മളൊക്കെ കാരണം സൗല കഴിഞ്ഞിട്ട് ഇപ്പോൾ എവിടേക്കും പോകാനും കൂടുതൽ. അപ്പോൾ വജ്ജൊന്നും വല്ലാതെ പിടിയാനില്ല, അപ്പോൾ ആളില്ലാതെ ഇപ്പോൾ ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നീന്നു എന്ന് പറയും. കുറേ നേരം വർത്താനം പറഞ്ഞിരുന്ന് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുഞ്ഞാണിക്കും തന്നെ അതൊക്കെ ഇങ്ങനെ വർത്താനം കൂട്ടും ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. അപ്പോൾ അങ്ങനെ വന്നീനും അറിയാം എല്ലാവരും കൂടി. അതേമാതിരി തന്നെ എല്ലാവരും എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർ വരും കേട്ടോ. വരും, നമുക്ക് സന്തോഷമാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ ദിവസം അങ്ങനെയൊക്കെ പോവുകയല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ വീഡിയോ എടുക്കാനും ഇടാനൊന്നൊരു പിന്നെ സമയം ഉണ്ടാവില്ല. സമയം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അതിനേക്കാളും വലുത് തന്നെയാണ് നമ്മളെ ബാക്കിക്കാരൊക്കെ വരിക പിന്നെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനേക്കാളും വലിയ സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് റാഹത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ദിവസത്തെ വീഡിയോ ഒന്നും ഇടാഞ്ഞത്. അപ്പോൾ ഓരോരോ സോലും കാര്യമൊക്കെ എനിക്കുണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫോണും കേട്ടോ. ഫോൺ ഒരുപാട് ആൾക്കാർ വിളിച്ചും കൊണ്ട് നിൽക്കും. അപ്പോൾ നമുക്ക് പുതിയ ആൾക്കാരായില്ലേ, പുതിയ പിന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സുകൾ തന്നെ വല്ലേ വിവരം ചോദിച്ച് കാണാൻ ഇങ്ങനെ എടുക്കും. അപ്പം നമ്മൾ കൽപ്പിച്ചു കൂട്ടി ഒരാളെ ഫോൺ കൊടുക്കാതെ നിൽക്കലില്ല. ഞാൻ എല്ലാവരും ഫോൺ കൊടുക്കും. അപ്പോൾ വിളിച്ചണ സമയത്ത് ചിലപ്പോൾ നമുക്ക് എത്തിപ്പെടണമെന്നില്ല. ചിലപ്പോൾ പുറത്ത് തിരുമ്പേ തുടക്കേ മോറ് അങ്ങനെ എന്തെങ്കിലും പണിയാകുമ്പോൾ ചിലപ്പോൾ കേട്ടോളണമെന്നില്ല. ചിലപ്പോൾ ഉണ്ടാവും എൻ്റെ മോൻ്റെ അടുത്തേക്കാരം, ചിലപ്പോൾ അറിയാതെ ഓഫാക്കും ചെയ്യൂട്ടോ, അറിയില്ല. പിന്നെ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അതിൽ മിസ് കോൾ കാണുമ്പോൾ ഞാൻ ആ നമ്പറിൽ തിരിച്ചടിച്ചും, ആരാന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ എടുക്കാതെ കണ്ട് അങ്ങനെ ക്ഷമിക്കണം. അപ്പോൾ അധികം ഞാൻ എടുക്കാതെ വെക്കല്. അപ്പം ഞാൻ പറയലാണ് ഓരോടൊക്കെ. പിന്നെ എടുക്കാൻ പറ്റാത്തതിൽ ഞാൻ കൽപ്പിച്ചു കൂട്ടി കാട്ടില്ല. നിങ്ങളൊന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നമുക്ക് എപ്പോഴായാലും നമ്മളെ ഒഴിവിനനുസരിച്ച് നമ്മളൊന്ന് കിടക്കുമ്പോൾ രാത്രി കിടക്കുമ്പോഴെങ്കിലും ഒന്ന് ഫോണിൽ നോക്കും, വാട്സപ്പിലൊക്കെ ഒന്ന് നോക്കുമല്ലോ. അപ്പോൾ ആ കാണുമ്പോൾ തന്നെ നമ്മൾ അതിന് മറുപടിയാണ് കൊടുക്കുകയും ചെയ്യും. ആറ്റും വിളിച്ചത് നമ്മൾ ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല കേട്ടോ. അതാണെന്ന് പറയാം. എല്ലാ കാര്യത്തിനായാലും കുഞ്ഞാണി തന്നെ ഫോൺ എടുക്കൂല. ആര് വിളിച്ചാലും കുഞ്ഞാണിയും ഫോൺ എടുക്കൂല. അത് കുഞ്ഞാൻ്റെ ഫോണിലേക്ക് ആര് കോൾ വന്നാലും അതും ഞാൻ തന്നെയാണ് എടുക്കൽ. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ സമയം പോകണോണ്ടാണ് എന്ന് പറയാം. ആവശ്യങ്ങളാരും വിളിച്ചാൽ വെക്കും വേണ്ടട്ടെ. എല്ലാവരും വിളിച്ചുകൊണ്ട് നമുക്ക് വിളിച്ചതിന് സന്തോഷമേ ഉള്ളൂ. വരുന്നതും പോണതും വിളിച്ചതൊക്കെ നമുക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് പറയില്ല. എല്ലാവർക്കും ഒന്നും വരാനും തരാനും ഒക്കത്തിനും എല്ലാവർക്കും പൂതിയാണ്. പക്ഷെ കജ്ജണ്ട, നമ്മളെപ്പോലെ തന്നെ എല്ലാവരും കുടുംബക്കാരൊക്കെ കൂടുതലായിട്ട് ആർക്കും തരാനും കഴിയൂല. ഞാൻ പറയാം തരണ്ട, ഒക്കെ ഒന്ന് വന്ന് പോയാലും നല്ലതെടുത്താൽ മതി, നല്ല മാത്രം എടുത്താൽ മതി. നിങ്ങളൊക്കെ ഒന്ന് വന്ന് പോയാൽ തന്നെ നമുക്കൊരിതല്ലേ എന്ന് പറയലാണ് ഞാൻ. അതൊന്നും എടുക്കണ്ട, നല്ല ഇല മാത്രം എടുത്താൽ മതി. അപ്പം മക്കളെ ഞാൻ ചീരനിലേക്ക് അങ്ങനെ നുള്ളിരിക്കേനു കേട്ടാ. അപ്പം നുള്ളിരിക്കണ ഇടയിൽ 10 മണി ആയിക്കണു. അതപ്പോൾ 10 മണി 50 10 മണി ആവുമ്പോൾ കണ്ടക്കണു ഒരു കറുത്ത ജീപ്പ്. ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. ഓൾക്ക് വീഡിയോയിൽ കണ്ട് തീരെ താല്പര്യമില്ല. അപ്പോൾ പിന്നെ നമ്മൾ അയൽവാസിൻ്റെ മുറ്റത്തെ വണ്ടി നിർത്തിൻ്റെ. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ പിന്നെ ഓല് വന്നൊക്കെയാണ് കാണാൻ. ഓല് ഇതിൽ പോവുകയാണ്, കോഴിക്കോട് പോകണം. ഓല് കോഴിക്കോട് പോകല് കേക്കത്തലക്ക് കൂടി മലപ്പുറത്ത് കൂടി അങ്ങോട്ടാണ് കോഴിക്കോട് പോകല്.
അപ്പോൾ പിന്നെ ഓലിങ്ങനെ പോരുമ്പോൾ പിന്നെ അങ്ങനെ സാധാരണ കോഴിക്കോട് പോകില്ല, അതിൻ്റെ മോന് ആരോ കോഴിക്കോട് പഠിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതിൽ പോന്നാൽ മതിയെന്ന്, ഇതിലും പോവാലോ എന്ന് പറഞ്ഞ് വഴിയൊക്കെ ചോദിച്ചറിഞ്ഞ് നമ്മളെ പിന്നെ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയപ്പോൾ കുറച്ച് പിന്നെ കടകളൊക്കെ തുറക്കണല്ലേ ഉള്ളൂ, കടകളൊക്കെ തുറയും കുറേ വൈകുമല്ലോ. അപ്പോൾ ഇവിടെ അടുത്ത കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതെന്തോ ഒരു ലേസ് പോലത്തെ ഒരു സാധനമാണ്, കുറേ തിന്നക്കണം, അവിടെ പാത്രത്തിൽ കുപ്പിയും വെള്ളമൊക്കെ വെച്ച് തിന്നക്കണം. അതാ അപ്പോൾ അത് കൊണ്ടുവന്നേക്കണേ. കുറച്ച് കേക്ക് ഇതാ, പിന്നെ ഓനക്ക് ഇഷ്ടമുള്ള ഒരുപാട് മുട്ടായികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ആയിട്ട് വാങ്ങിക്കണം. അപ്പം എന്നോട് പറയാം, ഞാൻ കുറച്ച് ഫ്രൂട്ട്സുകളുണ്ട്, കുറച്ച് ആപ്പിൾ ഉണ്ട്, പിന്നെന്താ കുറച്ച് മുസമ്പിയൊക്കെ ഉണ്ട് കേട്ടോ. അതത് അവിടെ കൊണ്ടു വെച്ചേക്കണേ. അപ്പം മുട്ടായികൾ പിന്നെ കട തുറന്നേന്ന് ഞാൻ കുറച്ചൊക്കെ വാങ്ങിയതാണ്. ഞാൻ പറഞ്ഞത് തന്നെ പോരെ, എല്ലാം ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല. ഇതിത്താണ് ഇപ്പോൾ തിന്നക്കണത്, ഓന് കുറേ തിന്നക്കണത്. അപ്പം നല്ല നല്ല മുട്ടായികളൊക്കെ, അപ്പം മുട്ടായികളൊക്കെ നല്ലോണം കിട്ടി. ഓന് നല്ല റാഹത്തെ മോൻ്റെ അടുത്തേക്ക് പോവുകയാണ് കാരണം. അപ്പം പോണ പോക്കിൽ അങ്ങനെ വഴി ചോദിച്ചറിഞ്ഞാണ് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ആ കടയിൽ നിന്ന് ഉള്ളത് ഒപ്പിച്ച് വാങ്ങിയതാണ്. കാരണം നല്ല നല്ല ഒരു വലിയ ടീമൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കണ്ടതുകൊണ്ട് ഭയങ്കര അവർക്ക് സന്തോഷമുണ്ട്. അപ്പം വഴി പിന്നെ അറിഞ്ഞപ്പോൾ നെല്ലിപ്പറമ്പ് പറഞ്ഞപ്പോൾ മേലെ കുറേ നിർത്തിക്കാണ്ട് അന്വേഷിച്ചേക്കണം. പിന്നെ അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു താഴെ നെല്ലിപ്പറമ്പ് അങ്ങാടിക്ക് ഇങ്ങോട്ട് പോരി, ഞാൻ നെല്ലിപ്പറമ്പ് അങ്ങാടി നിന്ന് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, എൻ്റെ വീഡിയോ കാണുന്നവരും ഉണ്ടാവും. ഞാൻ ഒരുപാട് നേരം അങ്ങാടി നിന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ നിന്ന് ഞാൻ മഞ്ഞ ഷാൾ ഇട്ട് കാരണം അങ്ങാടി നിൽക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളെ വണ്ടി ഏതാ, ഞാൻ കറുത്ത ജീപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെ ഓല് വന്നു കണ്ടു, അൽഹംദുലില്ലാ സന്തോഷം. പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഓലടിയിൽ നിന്ന് ഇങ്ങനെ നമ്മൾ വീഡിയോ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടില്ല, മനസ്സ് സങ്കടപ്പെടുത്താൻ പറ്റൂലല്ലോ. ചിലവർക്ക് എൻ്റെ ഒപ്പം നിന്ന് എടുക്കാൻ പൂതിയുള്ളൂല്ലോ, അങ്ങനെ വേറെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ കുളർക്കാത്ത ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ട് മുട്ടി. അങ്ങനെ ഞങ്ങളെല്ലാവരും കാണാനുള്ള വിധി പഠിച്ചോൻ തരട്ടെ, ആമീൻ. പിന്നെ നല്ല മുരിങ്ങാക്കായും കിട്ടി. അത് രാവിലെ തന്നെ ആങ്ങളുടെ മോനെ കൊണ്ടുവന്നതാണ്. നല്ല രാവിലെ വന്നില്ല, ഞങ്ങൾ കണ്ടില്ല സൈക്കിൾ പുതിയ സൈക്കിൾ ഉണ്ടില്ല, ഞങ്ങൾ നല്ല അടിപൊളി സൈക്കിളില്ലേ. അപ്പം ഞാൻ പറഞ്ഞു നിന്റെ മോള് വരും, വൈകുന്നേരം വരും, പിന്നെ വണ്ടിയായിട്ട് വരുകൊണ്ട് യോഗ ചവിട്ടാൻ പറഞ്ഞിട്ടോ. അവള് സൈക്കിളും ആക്റ്റീവും ഒക്കെ സൈക്കിളായിട്ട് വരുകൊണ്ടേന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഞാൻ വരണ്ടേ, പിന്നെ പറഞ്ഞു നല്ല സൈക്കിൾ കേട്ടോ, വലിയ സൈക്കിൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒക്കെ കാണുമ്പോൾ ചവിട്ടാനൊക്കെ പൂതിയേക്കാരം. അപ്പം മുരിങ്ങാക്കായി ഞങ്ങളെ വീട്ടിലുണ്ടായതാണ്. ഞാൻ നാളെ പോയെന്നും അല്ലാതെ ആയിട്ടില്ലല്ലോ. അപ്പോൾ ആയത് നാത്തും കൊടുത്തയച്ചതാണ്. അപ്പോൾ ഒരു നാത്തൂൻ്റെ വക ആങ്ങളുടെ പെണ്ണുങ്ങളെ വക ഒന്ന് മുരിങ്ങാക്കായ ഉണ്ട്, മറ്റേ നാത്തൂ ഇന്നലെ വന്ന് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ റാഹത്ത് തന്നെ കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കട്ടെ, ചീര നുള്ളി വെച്ചേക്കണു, ഉണ്ടാക്കട്ടെ. ഉച്ചന് ശേഷം സിനു വരുവയ്ക്കാരം, ഇവിടെ എത്തണമെങ്കിൽ വൈകുന്നേരം ആവും. അപ്പോൾ വന്ന ആൾക്കാർ ഓളെ ചോദിച്ച് പിന്നെ കാണാൻ ആഗ്രഹമുണ്ട്, പിന്നെ ഇവിടെ ഓള് എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഇല്ലല്ലോ ഒന്ന് വൈകുന്നേരം പേച്ചു പോയിട്ട് അവളുള്ളപ്പോൾ വന്നാൽ മതിയേനു കാണാൻ പറഞ്ഞു. ഫോണൊക്കെ എടുത്ത് ഫോട്ടോ പെരിന്തൽമണ്ണ അപ്പുറമാണ്. അപ്പം അങ്ങനെയൊക്കെ കണ്ടുവന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. വളർക്കാത്ത ആൾക്കാരെയൊക്കെ കണ്ടുകൊണ്ട് പിന്നെ മോള് 2 മക്കളുണ്ട്, മൂന്നാമത്തെ ഭാര്യ പിന്നെ ഗർഭിണിയാണ്. അപ്പം നിങ്ങളൊക്കെ ദുആ ചെയ്യട്ടോ എന്നൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തിലാട്ടോ പോയത്. ഒന്നും കുടിച്ചിട്ടില്ല കേട്ടാ, നമ്മൾ അടുക്കളയ്ക്ക് പോകാൻ തന്നെ സമ്മതിച്ചിട്ടില്ല, ഒന്നും ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഒരു ഗ്ലാസ് പച്ചവെള്ളം നമ്മളെ വീട്ടിൽ ആദ്യമായിട്ട് വരില്ലേ, പച്ചവെള്ളം കുടിക്കാൻ ഒന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നാലും പെട്ടെന്ന് വരുമ്പോൾ അവിടെ പോകുന്നതിന് ശേഷമാണല്ലോ നമുക്ക് വിളിക്കണത്. നമ്മൾ എന്താ ഉണ്ടാക്കുമെന്ന് കരുതിയിട്ട് വിളിക്കാതെ വന്നതാണ്. നമ്മളൊന്ന് കാണണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ വന്നതാണ്. അപ്പം അങ്ങനെ കണ്ടു. ഒരു പെട്ടെന്ന് പോവുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് നമ്പറൊക്കെ തന്ന് നിങ്ങൾ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, വിളിക്കുക, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചു സന്തോഷപ്പെടുത്തി പോയിട്ടോ. അപ്പോൾ പിന്നെന്താ അതുപോലെ ഞങ്ങളെല്ലാവരും കാണാനുള്ള വിധി പഠിച്ചാൽ നമുക്ക് തരട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. പുതുതായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സ വ്ലോഗ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടോ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.